വലിയ ഒരാഴ്ച കഴിഞ്ഞ് ഉദ്ധാന തിരുനാളിന്റെ ആഘോഷത്തിൽ, പ്രത്യേകിച്ച് നാളെ പുതുഞായറാണ്. ആ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഷുബിന്റെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കാലം നമ്മൾ കടന്നുപോയത് നമ്മൾ ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കണമെന്നും, അതിന് മുമ്പിലത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബ്രേക്ക് ആയിരുന്നു നമ്മുടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട്. അതിന് മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ കേട്ട് കടന്നുപോയത് ദൈവസ്നേഹത്തെ കുറിച്ചാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായ വ്യവസ്ഥ കൂടാതെ നാം ആയിരിക്കുന്ന വിധം നിരന്തരം സ്നേഹിക്കുന്നുണ്ടെന്നും, ആ സ്നേഹം നമ്മ ഓരോരുത്തരും അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കണമെന്നുമുള്ള ദൈവത്തിന്റെ വലിയ സ്വപ്നത്തെ, ദൈവത്തിന്റെ വലിയ ആഗ്രഹത്തെ, അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവം ഉണ്ട് എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടം വചന വിസ്മയത്തിലൂടെ നാം വായിച്ചു കടന്നുപോയപ്പോഴും ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന വളരെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റി എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വലിയ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാനായിട്ട് നാം ശ്രമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വന്ന ഒരു ചോദ്യം ഉണ്ടാവും. ഈ ദൈവത്തിന്റെ സ്നേഹം അതേ അർത്ഥത്തിലും ആഴത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദൈവം സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ദൈവസ്നേഹത്തിന്റെ സെഷനിൽ അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന ചിന്ത, അല്ലെങ്കിൽ ഈ ഒരാഴ്ച കാലഘട്ടം വചന വിസ്മയത്തിലൂടെ കടന്നു പോയപ്പോൾ പെറ്റമ്മ മറന്നാലും മറക്കാത്ത, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത, വളരെ വിദൂരതയിൽ നിന്ന് നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ, അതേപോലെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ബൈബിൾ എടുത്ത് വെക്കാം. ഞാൻ പറഞ്ഞു കടന്നു പോകുമ്പോൾ ആ ദൈവവചന ഭാഗം ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അത് കുറെ കൂടി നമ്മളെ അതിൽ ആഴപ്പെടുത്താനായിട്ട് സഹായിക്കും. ഒരു ചെറിയ പേപ്പറും പേനയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ കണ്ടന്റുകളൊക്കെ നമ്മളൊക്കെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കാണുമെങ്കിലും ഒന്ന് നമ്മൾ കുറിച്ചു വെച്ച് കടന്നു പോകുന്നത് കുറെ കൂടി ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ അത് ഉറപ്പിക്കാനായിട്ട് സഹായകരമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും പങ്കുവെക്കാനും കഴിയാത്ത വിധം നമ്മെ ഓരോരുത്തരെയും തടസ്സപ്പെടുത്തുന്നത് പാവാവസ്ഥയാണ് എന്നുള്ള വലിയ നിത്യമായ സത്യം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ സത്യത്തെ മനസ്സിലാക്കാനായിട്ടാണ് നാം ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം അറിയാനും അനുഭവിക്കാനും അത് പങ്കുവെക്കാനും സാധിക്കാത്തതിന്റെ കാരണം നമ്മുടെ പാവാവസ്ഥയാണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വചനത്തിലൂടെ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ചിന്തിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്നത്. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന വലിയൊരു ചോദ്യമുണ്ട്. നമ്മയൊക്കെ ഓരോരുത്തരെയും ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? ആദ്യ മാതാപിതാക്കളെ ദൈവം എന്തിനാ സൃഷ്ടിച്ചത്? വലിയൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിന്റെ ഉത്തരം ഉൽപ്പത്തിയുടെ പുസ്തകം 1:26 നമ്മൾ വായിച്ച് കടന്നു പോകുന്നുണ്ട്. അനന്തരം ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉരുവാക്കാം. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും കന്നുകാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെയും മേൽ അവർക്ക് ആധിപത്യം ഉണ്ടാകട്ടെ. ഞാൻ വായിച്ചു കടന്നു പോകുന്ന ദൈവവചനം നമ്മുടെ POCയുടെ പരിഷ്കരിച്ച പുതിയ പതിപ്പാണ്. പരിഷ്കരിച്ച പതിപ്പിൽ നിന്നുള്ള വായനയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? അവിടുത്തെ സ്വന്തം ഛായയിൽ സാദൃശ്യത്തിൽ. എന്താണ്? ഭൂമിയിലുള്ള എല്ലാറ്റിൻ്റെയും മേൽ അധിപനായിട്ടാണ് അവരെ സൃഷ്ടിച്ച് നിയമിച്ചത്. ഈ ലോകത്തിലുള്ള സർവത്തിന്റെയും സർവത്തിന്റെയും മേലുള്ള ആധിപത്യം ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം നൽകി. പറുദീസയിൽ അങ്ങനെയായിരുന്നു. അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന ഓരോ ജന്തുക്കൾക്കും അവരെ പേര് വിളിച്ചു. അവിടെ എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് നടന്ന ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം പറുദീസയിൽ നമ്മൾ കാണുന്നത്. ഈ ദൈവം എല്ലാ ദിവസവും വരുന്നു, അവ ഉലാത്തുന്നു, അവരോടൊപ്പം സംസാരിക്കുന്നു, അവരോടൊപ്പം സഞ്ചരിക്കുന്നു. അവർ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് നടന്ന പറുദീസയിൽ ദൈവം
ആദ്യ മാതാപിതാക്കൾക്ക് ജന്മം നൽകിയത്, മനുഷ്യന് ജന്മം നൽകിയത് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നതിന് നയിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങ് മനുഷ്യന് രൂപം നൽകി, അങ്ങ് ഉരുവാക്കിയ സൃഷ്ടികളുടെ മേൽ അവൻ യജമാനനാകേണ്ടതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ടതിനും ഹൃദയ പരമാർത്ഥതയോടെ വിധി നടത്തേണ്ടതിനുമായിരുന്നു അത്. ദൈവം ഞാൻ അടിവഴിയിട്ട് പറയുകയാണ്. എന്തിനാണ്? ആ ദൈവത്തിന്റെ ജ്ഞാനത്താൽ അങ്ങ് മനുഷ്യന് രൂപം നൽകി, അങ്ങ് ഉരുവാക്കിയ സൃഷ്ടികളുടെ മേൽ അവൻ യജമാനനാകേണ്ടതിനും. എല്ലാ സൃഷ്ടികളുടെ മേലും അവനാണ് യജമാനൻ. ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ടതിനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കേണ്ടതിനുമാണ് അവിടുന്ന് മനുഷ്യന് ജന്മം നൽകിയത്. നാം ഓരോരുത്തരും അങ്ങനെയാണ്. ഈ ലോകത്തിലെ എല്ലാറ്റിന്റെയും മേൽ യജമാനനാണ് നമ്മൾ. പർദീസയിൽ അങ്ങനെയാണ്. പിന്നെ അങ്ങനെയാണ് ഈ യജമാനത്വം നഷ്ടപ്പെട്ടു പോയത്. ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനായിട്ടുള്ള ആ വലിയ ദൈവിക ജീവൻ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനായിട്ടുള്ള വലിയ ദൈവിക ചൈതന്യം എങ്ങനെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി? ഈ ഒരു വലിയ ചോദ്യമാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാനും അത് പങ്കുവെക്കാനും, ആ പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യൻ യജമാനനായി ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കേണ്ട ആദ്യ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് അധികാരം നഷ്ടപ്പെട്ടു പോയത്? ആ ദൈവിക കൃപാവരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? ദൈവസ്നേഹം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് വിശുദ്ധനെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പർദീസയില് ആദ്യ മാതാപിതാക്കൾ രണ്ടുപേരുടെ സ്വരം കേൾക്കുന്നുണ്ട്. ഒന്ന് ദൈവത്തിന്റെ സ്വരമാണ്, രണ്ട് പിശാചിന്റെ സ്വരമാണ്. എന്താണ് ദൈവത്തിന്റെ സ്വരം? ദൈവം ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞു, ഈ പർദീസയിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെ ഫലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുത്. ദൈവം പറഞ്ഞ കാര്യം അവർ കേട്ടു. എന്താണ്? ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെ ഫലവും ഭക്ഷിക്കാം, അത് ആസ്വാദ്യകരമാണ്, നല്ലതാണ്. പക്ഷെ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കഴിക്കരുത്. അവരത് കേട്ടു. അവർക്ക് മനസ്സിലായി ഈ നോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ജീവന്റെ വൃക്ഷത്തിൽ നിന്നും കഴിക്കരുത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവരങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിശാച്, സാത്താൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതെല്ലാം ഭക്ഷിക്കാവോ? ഇതെല്ലാം ഭക്ഷിക്കാൻ പറ്റുന്നതാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ അവര് പറഞ്ഞു എല്ലാം ഭക്ഷിക്കാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിലുള്ള നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് പറിക്കരുത്, കഴിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാത്താൻ അവരോട് പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പറിച്ചു കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ദൈവത്തെ പോലെ ആകണമെങ്കിൽ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു കഴിക്കണം. പിശാച് അവരോട് പറഞ്ഞ കാര്യം അവർ കേട്ടു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവരെ കേൾവിയിൽ നിന്ന് അവർക്ക് മനസ്സിലായത്. ഒന്ന്, ദൈവം പറഞ്ഞ ആ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു കഴിക്കരുത്, തൊടുക പോലും അരുത്. സാത്താൻ പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് പറിച്ചു കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഇനി ആദ്യ മാതാപിതാക്കൾക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി. മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ കാര്യമാണ് ആ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ അവർ തീരുമാനമെടുത്തു. എന്ത്? അവരെടുത്ത തീരുമാനം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചന ഭാഗം വായിച്ചു കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്താണ്. സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു, അല്ലെങ്കിൽ അവന്റെ ഭരണത്തിന് കീഴിലാക്കപ്പെട്ടു, അവന്റെ ആധിപത്യത്തിലാക്കപ്പെട്ടു. മനുഷ്യവംശം മുഴുവൻ സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് ദൈവത്തെ പോലെ ആകാനുള്ള ആദ്യ മാതാപിതാക്കളുടെ താല്പര്യം, ആ അഭിവാഞ്ച ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള, ഒരുപക്ഷെ അവരെ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവത്തെ പോലെ ആവണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടാവും, അറിയില്ല. പക്ഷെ ആ വലിയ ഒരു അഭിവാഞ്ച നിങ്ങൾക്ക് കേൾക്കാവോ? കേൾക്കാം.
കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, എനിക്കിവിടെ കേൾക്കുന്നില്ല, എന്നാണ് ചോദിച്ചോളൂ, സോറി. അപ്പൊ അങ്ങനെ സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി അവന്റെ അടിമയാക്കപ്പെട്ടു, അവന്റെ ഭരണത്തിന് കീഴിലാക്കപ്പെട്ടു, അവന്റെ ആധിപത്യത്തിലാക്കപ്പെട്ടു. ഇത് ആദ്യ മാതാപിതാക്കൾ മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ ആദ്യ മാതാപിതാക്കളെ ദൈവം പരമേൽപ്പിച്ചു. ആദ്യ മാതാപിതാക്കളെ, ഒരപ്പൻ ഒരു മകന്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വീടും സ്വത്തും ഒക്കെ പരമേൽപ്പിച്ചപ്പോൾ അതിന്റെ യജമാനൻ നമ്മളാണ്, അതിന്റെ അധികാരി നമ്മളാണ്, അതിന്റെ ഭരണം നടത്തുന്നവർ നമ്മളാണ്. ഇനി നമ്മൾ ആ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുത്താൽ ആ വീട്ടിൽ ഭരണം നടത്തേണ്ട അധികാരി, അതിന്റെ യജമാനൻ, അതിന്റെ ആധിപത്യം അവനായി മാറുന്നത് പോലെ പ്രപഞ്ചം മുഴുവൻ ആദ്യ മാതാപിതാക്കളെ പരമേൽപ്പിച്ചെങ്കിൽ ആ പ്രപഞ്ചം മുഴുവൻ ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ആ പ്രപഞ്ചം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിലായി. ആദ്യ മാതാപിതാക്കളും പ്രപഞ്ചം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിലായി. അങ്ങനെ ആ പ്രപഞ്ചം മുഴുവൻ, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചം മുഴുവൻ, ലോകം മുഴുവൻ സാത്താൻ അതിന്റെ യജമാനനായി, അതിന്റെ അധികാരിയായി, അവന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. രണ്ടാമത്തെ നിത്യമായ സത്യം, ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒന്നാമത്തെ സത്യത്തിൽ നിന്ന് ഈ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കാൻ കഴിയാത്ത വിധം സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ, അവൻ ഭരണം നടത്തുന്നതിലേക്ക്, അവന്റെ ആധിപത്യത്തിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യകുലത്തെ കുറിച്ചാണ് ദൈവവചനം വിശുദ്ധീകരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, തന്നോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, പ്രപഞ്ചത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, മറ്റു മനുഷ്യരോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ നിന്ന്, അവന്റെ ആധിപത്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യൻ സാത്താന്റെ അധികാരത്തിലേക്ക്, ആധിപത്യത്തിലേക്ക്, അടിമത്തത്തിലേക്ക് വന്നത് വഴി ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ദൈവം ശത്രുവായി, ദൈവത്തെ മാറ്റി നിർത്തി, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് ഓടി ഒളിച്ചു, ദൈവത്തെ ഭയമായി. അതാണ് നമ്മൾ പരദീസയിൽ കാണുന്ന ചിത്രം. രണ്ട്, തന്നോട് തന്നെയുള്ള ബന്ധം എന്തു സംഭവിച്ചു? അതുവഴി തന്നോട് തന്നെയുള്ള ബന്ധം മനുഷ്യനെ നഷ്ടപ്പെട്ടു. തന്നോട് ഭയമായി, തന്നോട് ഉത്കണ്ഠയായി, തന്നോട് കുറ്റബോധമായി, തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നലായി, താൻ നഗ്നനാണ് എന്നുള്ള വലിയ ഒരു ചിന്ത അവനെ മരത്തിന്റെ പുറകിൽ ഒളിക്കുന്നതിന്, അവൻ താൻ നഗ്നനാണെന്ന് ഏറ്റുപറയുന്നതിലേക്ക് എത്തിച്ചു. തന്നോട് തന്നെയുള്ള ബന്ധം, പ്രപഞ്ചത്തോടെല്ലാം ഉള്ള ബന്ധം, പ്രപഞ്ചം മുഴുവൻ ശത്രുതയിലായി. സർപ്പമാണ് തുടങ്ങി പ്രപഞ്ചം മുഴുവൻ ശത്രുതയിലായി. മറ്റു മനുഷ്യരോട്, ഹവ്വയോടുള്ള മറ്റു മനുഷ്യരോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അപ്പോൾ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടത് വഴി 4 ബന്ധങ്ങളും തകർക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഉള്ളിൽ ഈ പാവാവസ്ഥ, ആദ്യ മാതാപിതാക്കളുടെ കൈവാരി വന്ന ഈ പാവാവസ്ഥ നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ, നമ്മളിൽ ആഴത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ 4 തരത്തിലുള്ള ബന്ധവും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ ആ പഴയ നിയമ പുസ്തകം മുഴുവൻ എടുത്തു നോക്കുമ്പോൾ ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദവും ഹവ്വായും സാത്താന്റെ ഭരണത്തിന് കീഴിൽ ആധിപത്യത്തിൽ അകപ്പെട്ടു പോയതും, പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ സന്താനങ്ങളായ കായേനും ആബേലും അവർ തമ്മിൽ ശത്രുതയിലാകുന്നു. കായേൻ ആബേലിനെ കൊല്ലുന്നു. ആ പാവാവസ്ഥ, കായേന്റെ ഉള്ളിൽ ആ ശത്രുതയുടെ, ആ വിദ്വേഷത്തിന്റെ, ആ വെറുപ്പിന്റെ, ആ സംശയത്തിന്റെ, ആ കോപത്തിന്റെ ഒരു വിത്തുണ്ട്. അത് സാവധാനം അവൻ വളരുന്നതനുസരിച്ച് അവനിൽ വളർന്ന് അത് സ്വന്തം സഹോദരനെ കൊല്ലുന്നതിലേക്ക് എത്തുകയാണ്. അബ്രഹാം, ദൈവം വിളിച്ച് കൊണ്ടുപോയ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അവിശ്വസിക്കുന്നു. അവൻ ദൈവത്തിന്റെ വാക്ക് അവിശ്വസിക്കുകയും സാറായുടെ വാക്ക് കേൾക്കുകയും ഹഗാറിൽ നിന്ന് കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത് വഴി ദൈവത്തിന്റെ വാക്ക് ധിക്കരിക്കുകയാണ്. ദൈവത്തിന്റെ വാക്കിൽ വിശ്വാസമില്ലായ്മ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് കൈമാറി വരുന്ന പാവാവസ്ഥയുണ്ട്. സാറായുടെ ജീവിതത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴുണ്ട്, ഹാഗാറിന്റെ ജീവിതത്തെ നോക്കുമ്പോഴുണ്ട്, തുടർന്ന് മോശയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴുണ്ട്. മോശ വളർന്നു വരുമ്പോൾ
അവന്റെ ഉള്ളിലുള്ള ആ ദൈവികതയിൽ തന്റെ ജനത്തോടുള്ള ക്രൂരമായ പീഡനം മൂലം അവൻ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ കൊലപാതകം ചെയ്യുന്നു, അത് ചോദ്യം ചെയ്യപ്പെടുന്നു, അവൻ ഓടി ഒളിക്കുകയാണ്. വീണ്ടും ദാവീദ് രാജാവിലേക്ക് എത്തുമ്പോൾ 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്കിലേക്ക് നമ്മൾ ഒന്ന് വായിച്ചു കടന്നു പോകുമ്പോൾ, ആ 11-ാം അധ്യായം നമ്മൾ വായിച്ചു കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യുദ്ധം ചെയ്യേണ്ട കാലത്ത് ദാവീദ് മടിപിടിച്ച് മട്ടുപ്പാവിൽ നിൽക്കുകയാണ്. പാവാവസ്ഥ എന്ന് പറയുന്ന ആദ്യ മാതാപിതാക്കളുടെ കൈവന്ന ആ പാവാവസ്ഥ സാവധാനം ഒരു രാജാവിനെ മടിയനാക്കുകയാണ്, അലസനാക്കുകയാണ്, ഉത്തരവാദിത്വ ബോധമില്ലായ്മയാക്കുകയാണ്. അവിടുന്ന് അവൻ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ദൂരെ ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുന്നു. അവന്റെ കണ്ണിന് കൗതുകരമായ കാഴ്ചയാകുന്നു. അവന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ വലുതാകുന്നു. സാവധാനം ആ സ്ത്രീയെ സ്വന്തമാക്കുന്നു. ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. സാവധാനം ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലുന്നു. അങ്ങനെ പാപത്തിന്റെ വലിയ മേഖലയിലേക്ക് കടന്നു വരുന്നത് ദാവീദ് രാജാവിന്റെ ഉള്ളിൽ ഈ പാവാവസ്ഥ ജന്മനാൽ തന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ ഉണ്ട്. സാവധാനം സാഹചര്യങ്ങൾക്കനുസരിച്ച് വളർന്നു വരികയാണ്. സോളമൻ രാജാവിനെ കുറിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചു കടന്നു പോകുമ്പോൾ, സോളമൻ രാജാവിനോട് ദൈവം പറഞ്ഞു, നീ വിദേശ വനിതകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവരെ പ്രേമിക്കരുത്. പക്ഷേ സോളമൻ അതെല്ലാം കളഞ്ഞ് വിദേശ വനിതകളുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്നു, പ്രേമത്തിലാകുന്നു, വിവാഹം കഴിക്കുന്നു, അങ്ങനെ അന്യദേവന്മാരെ ആരാധിക്കുന്നു. അങ്ങനെ സാവധാനം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അവൻ വിച്ഛേദിക്കപ്പെടുകയാണ്. വീണ്ടും സാംസണിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. പഴയ നിയമം മുഴുവൻ ഈ ഒരു പാവാവസ്ഥയെ വളരെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവരെ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, ഇവരുടെ പ്രതീകങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. കായന്റെയും അബ്രാഹത്തിന്റെയും സാറയുടെയും ഹഗ്ഗാറിന്റെയും മോശയുടെയും ദാവീദും സോളമനും സാംസണും പറയാതെ പോയ ധാരാളം കഥാപാത്രങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ആ പ്രതീകങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പാവാവസ്ഥയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് സങ്കീർത്തനം 51:5 പറയുന്നത്, അപരാധത്തിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത്, പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് തന്നെ. അപരാധത്തിലാണ്, തെറ്റിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത്, പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചും ഇത് യാഥാർത്ഥ്യമാണ്. അപ്പന്റെയും അമ്മയുടെയും പാവാവസ്ഥ, ആ എല്ലാ സാഹചര്യങ്ങളും, കോപവും ദേഷ്യവും വിദ്വേഷവും വെറുപ്പും വഞ്ചനയും വൈരാഗ്യവും ദുരാഗ്രഹവും എല്ലാ പാവാവസ്ഥയും നമ്മളിലുണ്ട്. എപ്പോഴാണ് ഇത് പുറമേക്ക് വരുന്നത്? സാഹചര്യം അനുകൂലമായി വരുമ്പോഴാണ് അത് പുറത്തു വരുന്നത്. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളായ നമ്മൾ ആരും അപ്പനോടും അമ്മയോടും ചീത്തവാക്ക് പറഞ്ഞിട്ടില്ല, സഹോദരങ്ങളോട് ചീത്തവാക്ക് പറഞ്ഞിട്ടില്ല, നുണ പറഞ്ഞിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, തോന്നിവാസം നടന്നിട്ടില്ല, തോന്നിയ പോലെ ചിന്തിച്ചു കൂട്ടിയിട്ടില്ല. നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളിൽ വളർന്നു വരികയാണ്. സാഹചര്യം അനുസരിച്ച് അത് മുഴുവൻ നമ്മൾ ചെയ്യുകയാണ് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണ് നുണ പറയാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സാഹചര്യം വന്നപ്പോൾ നമ്മൾ നുണ പറയാൻ പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടെ മൂത്ത മോള് പഠിക്കുന്നിടത്ത് അവളെ കൂട്ടാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വണ്ടിയുടെ അകത്തൊരു വലിയ കല്ലിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കല്ല് നല്ല ഉരുളൻ കല്ല് ഇത് എവിടുന്ന് ആരാ എടുത്തു വെച്ചേ? അപ്പൊ ആർക്കും അറിയത്തില്ല. പിള്ളേര് പറഞ്ഞു, ഞങ്ങളല്ല. അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിച്ചു, വേഗം പറഞ്ഞോ, സത്യം പറഞ്ഞോ, ആരാ എടുത്തു വെച്ചെന്ന് നേര് പറഞ്ഞു. അടിയൊന്നുമില്ല, ഇല്ലെങ്കിൽ അടി കിട്ടും. അപ്പൊ രണ്ടുപേരും പറഞ്ഞു, 4 പേരുണ്ട്, മൂത്ത 2 പേരും എടുക്കായിരുന്നു. താഴെയുള്ള 2 പേര് പറഞ്ഞു, ഞങ്ങളല്ല, ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അത് കുറെ കഴിഞ്ഞ് എല്ലാവരും ഏകദേശം ഉറങ്ങിന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തവനോട് ഞാൻ ചോദിച്ചടാ, നീ എല്ലാം എടുത്തു വെച്ചത്? സത്യം പറഞ്ഞു. അതെ പപ്പ, ഞാൻ എടുത്തു വെച്ചു. ഞാൻ ചോദിച്ചു, പിന്നെന്താ നീ പറയാത്തെ? ഞാൻ അത് പറഞ്ഞ പപ്പ എന്നോട് ദേഷ്യപ്പെടും, എന്നെ അടിക്കുമെന്നത് കൊണ്ടാണ്. അവര് കളിച്ചോണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു. അപ്പോൾ ഇവൻ താഴെയുള്ളവളെ പറ്റിക്കാൻ വേണ്ടി കല്ലെടുത്ത് വണ്ടി വെച്ചാണ് തിരിച്ചെടുത്തു വെക്കാൻ വിചാരിച്ചു, മറന്നുപോയി. പക്ഷെ ചോദ്യവും ഒക്കെ വന്നപ്പോൾ, സാഹചര്യം വന്നപ്പോൾ നുണ പറഞ്ഞു. ഇതിനേക്കാൾ വലിയ നുണകൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം, ചിലപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടാവും. ഫോൺ വിളിച്ചപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലാണെന്നോ, ഞാൻ ഇവിടെയാണെന്നോ അവിടെയാണെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടം വരെ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സാഹചര്യം വരുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഉള്ളിൽ ഈ പാവാവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതിനാണ് പൗലോസ് പുസ്തകം റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ, നിങ്ങൾ അനുസരണമുള്ള അടിമകളെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ, പുതിയ പരിഷ്കരിച്ച പതിപ്പിൽ അങ്ങനെയാണ്, നിങ്ങൾ അനുസരണമുള്ള അടിമകളെ പോലെ എന്നാണ്.
പഴയ ഇതിലാണെങ്കിൽ നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ എന്നാണ്. നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ അടിമകളാണ് എന്ന് അറിയുന്നില്ലേ? ഒന്നെങ്കിൽ മരണത്തിലേക്ക് ഉള്ള പാപത്തിന്റെ അല്ലെങ്കിൽ നീതിയിലേക്കുള്ള അനുസരണത്തിന്റെ. ആദ്യ മാതാപിതാക്കൾ അനുസരണമുള്ള അടിമകളെ പോലെ സാത്താൻ പറഞ്ഞ വാക്ക് അനുസരിച്ചത് വഴി അവർ തങ്ങളെ തന്നെ സാത്താന് സമർപ്പിച്ച് അടിമയാക്കപ്പെട്ടപ്പോൾ മനുഷ്യകുലം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയി. അങ്ങനെ ഈ സാത്താന്റെ അടിമത്തത്തിലേക്ക്, ഭരണത്തിന് കീഴിലേക്ക് നമ്മൾ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് നിത്യമായ യാഥാർത്ഥ്യം. ഈ വലിയ സാത്താന്റെ അടിമത്തത്തിന്റെ വലിയ നുകം, സാത്താന്റെ ഭരണത്തിന്റെ വലിയ നുകം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ പോലും അറിയാതെ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു പോവുകയാണ്, പാവം ചെയ്തു പോവുകയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8:34 ഈശോ പറയുന്നത്, യേശു പ്രതികരിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പോൾ ആദ്യ മാതാപിതാക്കളോട് കൈവന്ന പാവാവസ്ഥ നമ്മളിൽ തുടരുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഈ പാപത്തിന്റെ സാത്താന്റെ അടിമത്തത്തിലും ഭരണത്തിന് കീഴിലുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ, നമ്മെ തന്നെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കുന്നത് പോലെ, കരുതുന്നത് പോലെ, കാണുന്നത് പോലെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിൽ വലിയ പാവാവസ്ഥയുണ്ട്. ആദ്യ മാതാപിതാക്കളിലൂടെ കൈമാറി വന്ന ഈ വലിയൊരു പാവാവസ്ഥ നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ദൈവത്തെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, നമ്മെ തന്നെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാപം സമം അടിമത്തമാണെന്ന് ഈശോ നമ്മെ സൂചിപ്പിക്കുകയാണ്. രണ്ടു തരത്തിലുള്ള അടിമത്തമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഗ്രന്ഥം. ഒന്നെങ്കിൽ ദൈവത്തിന്റെ അടിമത്തത്തിലാണ്, അല്ലെങ്കിൽ സാത്താന്റെ അടിമത്തത്തിലാണ്. ദൈവത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ അത് സ്വാതന്ത്ര്യമുള്ള അടിമത്തമാണ്. ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലാണെങ്കിൽ, അവിടുത്തെ ആധിപത്യത്തിലാണെങ്കിൽ ആ സ്വാതന്ത്ര്യമുണ്ട്. നന്മ പ്രവർത്തിക്കാനുള്ള, നന്മ ചിന്തിക്കാനുള്ള, നല്ലത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ദൈവീക ജീവന്റെ സമൃദ്ധിയോടെ നമ്മൾ ആദ്യത്തെ സെഷനിൽ കണ്ടതുപോലെ പ്രിയപ്പെട്ടവരെ നിത്യമായും സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മെ സഹായിക്കും. രണ്ടാമത്തെ അടിമത്തം എന്ന് പറയുന്നത് സാത്താന്റെ അടിമത്തത്തിലാണെങ്കിൽ അത് സ്വാതന്ത്ര്യമില്ലാത്തതാണ്. അവൻ ഭരണം നടത്തുന്നതാണ്. ദൈവീക ജീവൻ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ്. ആരുടെ അടിമത്തത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് കണ്ടെത്തുക വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആർക്കും രക്ഷിക്കാൻ, വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം പ്രത്യാശ നഷ്ടപ്പെട്ട് ആകെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യവംശത്തിന്റെ ചിത്രം നമ്മുടെ ചിത്രമാണ്, എൻ്റെ ചിത്രമാണ്, നാം ഓരോരുത്തരെയും ചിത്രമാണ് എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സക്കൈവോസ് എല്ലാ തലത്തിലും സമ്പത്ത് സ്വരുക്കൂട്ടാനുള്ള വലിയ ആവേശവും ആക്രാന്തവും വെപ്രാളവും ഒക്കെ കാണിക്കുന്ന സക്കൈവോസിന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയുടെ ചിത്രം വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചുങ്കക്കാരന്റെയും പരിസയന്റെയും നീമഞ്ജനെയും ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഈ പാവാവസ്ഥ മനോഹരമായി തെളിഞ്ഞു കാണാം. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. ശിഷ്യന്മാര് ജീവിതം മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടുന്ന് ഗുരുവിനെ വിട്ട് ഓടിപ്പോകുന്ന, ഗുരുവിനെ വിട്ട് തീർത്തും ഉപേക്ഷിച്ചു പോകുന്ന ഈ പാവാവസ്ഥയുടെ ചിത്രം, അറിയില്ല എന്ന് പറയുന്ന വലിയ പാവാവസ്ഥയുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ, മനോഹരമായ ഒരു ചിത്രം ധൂർത്തപുത്രന്റെ ചിത്രമാണ്. ഈ പാവാവസ്ഥയിലേക്ക് അവൻ പിതാവിന്റെ ഭവനത്തിൽ എല്ലാ സമ്പത്തോടും സൗഭാഗ്യത്തോടും എല്ലാ ഗുണങ്ങളോടും എല്ലാ ആനന്ദത്തോടും കഴിഞ്ഞ് അവൻ പിതാവിന്റെ പക്കൽ നിന്ന് തന്റെ വീതം ചോദിച്ചു മേടിക്കുന്നത് അവന്റെ ഉള്ളിലുള്ള പാവാവസ്ഥയിൽ ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു മേടിക്കുന്നു. അതുമായി അവൻ ദൂരദേശത്തേക്ക് പോകുന്നു. തന്റെ ഇഷ്ടത്തിനനുസരിച്ച്, തന്റെ ഹൃദയ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ എല്ലാം ദൂർത്തടിച്ച് തീർത്തും പരിപൂർണനായി പാവാവസ്ഥയിൽ അകപ്പെട്ട് പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവന് സുബോധമുണ്ടായി പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്ന ചിത്രം നാം ഓരോരുത്തരുടെയും പാവാവസ്ഥ. നമ്മുടെ ഉള്ളിലൊക്കെ ഈ സാഹചര്യങ്ങൾ വന്നാൽ, നമ്മുടെ വീതം മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ കഴിയുന്ന സ്വാതന്ത്ര്യം കിട്ടിയാൽ
പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തോന്നിവാസി കാണിക്കുന്ന, ഏറ്റവും ക്രൂരത കാണിക്കുന്ന, എല്ലാ തരത്തിലും ജഡിക അഭിലാഷങ്ങളിൽ മുഴുകിക്കഴിയുന്ന ഒരു വ്യക്തി കാണിക്കുന്നതിനേക്കാൾ അപ്പുറം കാണിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പാവാവസ്ഥയിൽ അകപ്പെട്ടത് വഴി എന്ത് ചെയ്തു? സ്നേഹം നഷ്ടമായി, ഭയം വളർന്നു, വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ആ ബന്ധങ്ങളൊക്കെ അകന്നു മാറ്റപ്പെട്ടു, അനുസരണം ചോദ്യം ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ, സാത്താന്റെ ഭരണമായപ്പോൾ നമ്മൾ എല്ലാറ്റിനോടും ഭയമായി. നമ്മളോട്, വ്യക്തികളോട്, ജീവജാലങ്ങളോട്, ചരാചരങ്ങളോട്, മനുഷ്യരോട് എല്ലാം ഭയമായി. അല്ലെ? കുഞ്ഞായി ജനിച്ചപ്പോൾ എല്ലാത്തിനും ഭയമില്ലായിരുന്നു. വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ അപ്പനെ ഭയമായി, അമ്മയെ ഭയമായി, സഹോദരങ്ങളെ ഭയമായി, കൂട്ടുകാരെ ഭയമായി, അധ്യാപകരെ ഭയമായി, ജീവജാലങ്ങളെ ഭയമായി, എല്ലാത്തിനെയും ഭയമായി. ബന്ധങ്ങളൊക്കെ അകലുകയാണ്, എല്ലാം ചോദ്യം ചെയ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഇതൊക്കെ പാവാവസ്ഥയുടെ ഫലമായി ദൈവിക ജീവനവും അധികാരവും സ്വാതന്ത്ര്യവും എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. ഇവിടെ മനോഹരമായി നമ്മൾ പാവാവസ്ഥയിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ചോദ്യം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കാവുന്നതാണ്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 19. ഏതിനാലാണോ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നത്, അവൻ അതിന്റെ അടിമയാണ്. എന്താണോ നിന്നെ തോൽപ്പിക്കുന്നത്, നീ അതിന്റെ അടിമയാണ്. പ്രിയപ്പെട്ടവരെ, പാപാവസ്ഥയുടെ അടിമത്തത്തിലാണോ നാം എന്ന് കണ്ടെത്താൻ നമ്മെ തോൽപ്പിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുക. ചില ഉദാഹരണങ്ങൾ. ഒന്ന്, രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്ന ശീലം ചിലപ്പോൾ നമുക്കുണ്ട്. ഞാൻ അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാറില്ല. ചിലക്ക് എൻ്റെ ചാച്ചനൊക്കെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കാപ്പി ഇട്ട് കുടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കട്ടൻ കാപ്പി കുടിച്ചാലേ രാവിലെ ചിലർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് പറ്റത്തുള്ളൂ, ശരിയാവത്തുള്ളൂ. ചിലർക്ക് കട്ടൻ കാപ്പി രാവിലെ കിട്ടിയില്ലെങ്കിൽ തലവേദന ഇടും. ചിലർക്ക് കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം അങ്ങ് ശരിയാവില്ല, മൂഡ് അങ്ങ് ശരിയാവില്ല. അപ്പൊ കട്ടൻ കാപ്പി എന്ന് പറയുന്ന വസ്തുവിന്റെ അടിമത്തത്തിന്റെ ആഴമനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ബാത്റൂമിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്ന കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആവട്ടെ, അല്ലെങ്കിൽ തലവേദന ഉണ്ടാവും. അപ്പൊ ദേഷ്യവും അരിച്ചവും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്നാ? കട്ടൻ കാപ്പി കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തലമുടി ആ ഭക്ഷണത്തിനുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല, അത് എടുത്ത് കളഞ്ഞിട്ടൊക്കെ കഴിക്കും. ചിലരെ സംബന്ധിച്ച് ചോദിക്കും, എടി ഇത് തലമുടിയല്ലേ, ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണ്ടേ എന്ന് ചോദിക്കും. ചിലരെ സംബന്ധിച്ച് എടി ഭക്ഷണത്തിൽ വീഴും തലമുടിയാണല്ലോ എന്ന് പറയും. ചിലരെ സംബന്ധിച്ച് പ്ലേറ്റും പാത്രമൊക്കെ എടുത്തെറിയും. തലമുടി എന്ന വസ്തു എന്നെ തോൽപ്പിക്കുകയാണ്. ചിലരെ സംബന്ധിച്ച് ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയില്ല. ചിലർക്ക് ഫാൻ വേണ്ട. ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരാൾക്ക് ഫാൻ വേണം, ഒരാൾക്ക് ഫാൻ വേണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇനി ചിലർക്ക് തലവണ ഉണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് തലവണ ഇല്ലെങ്കിൽ ഉറക്കം വരില്ല, കുറെ സമയത്ത് നടക്കില്ല. അപ്പൊ തലവണ ഇല്ലെങ്കിൽ ഉറക്കം വരികയല്ല. അപ്പൊ തലവണ കിട്ടാതെ വന്നാൽ എന്ത് സംഭവിക്കും? ഉറങ്ങാൻ പറ്റിയല്ല. ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആകെ അസ്വസ്ഥമാകും. അപ്പൊ അസ്വസ്ഥയുടെ കാരണം എന്താ? ഒരു തലവണയാണ് എന്നുള്ളതാണ്. അങ്ങനെ എന്തേരം വസ്തുക്കൾ നമ്മളെ തോൽപ്പിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു 2-3 ആഴ്ച മുമ്പാണ് വീട്ടിലെന്തോ ഞാനും ഭാര്യയും പിള്ളേരായിട്ട് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് കച്ചവച്ച പറഞ്ഞപ്പോൾ അങ്ങനെ ദേഷ്യം വന്നു. നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു, അവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണല്ലോ, നമ്മൾ അറിയാതെ പറഞ്ഞു വരികയാണ്. അങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് ഞാൻ എന്തോ ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് ഒരു ചീത്ത വാക്ക് പറഞ്ഞു. ഉടനെ എൻ്റെ മക്കള് പറഞ്ഞു, പപ്പ ക്ലാസ് എടുക്കുന്ന, ധ്യാനിപ്പിക്കുന്ന പപ്പ ഈ വാക്ക് എവിടുന്നാ പഠിച്ച്? ഇങ്ങനെ പറഞ്ഞു, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. പണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വാക്ക് സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ പുറത്തു ചാടി. ദേഷ്യം, നമ്മൾ ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ച ആരോടെങ്കിലും ദേഷ്യപ്പെടുമോ? ഇല്ല. സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ആ ദേഷ്യം വരികയാണ്. ഇന്ന് ഞാൻ എൻ്റെ മക്കളുമായിട്ട് ട്രെയിനിൽ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ അടുത്തിരുന്നാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കാല് അപ്പുറത്തെ സീറ്റിലേക്ക് എടുത്തു വെച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഒരു ചേട്ടന്റെ കയ്യെ പതുക്കെ തട്ടി. അവരുടെ ചേട്ടൻ പറഞ്ഞു, എവിടെ നോക്കിയിട്ടാളാ കാല് വെക്കുന്നത്? നോക്കിയിട്ട് വേണ്ട വെക്കാൻ, സീറ്റെ കാല് വെക്കും. പെട്ടെന്ന് ചേട്ടൻ ദേഷ്യപ്പെട്ടു. പിന്നീട് ആ ചേട്ടൻ ഇറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ കാല് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണ്ടാ, ദൈവമേ ആ ചേട്ടനെ മുട്ടരുത്, തുടരുത് എന്നൊക്കെ പറഞ്ഞു. സാഹചര്യം വരുമ്പോൾ എൻ്റെ ഉള്ളിൽ പല ചോദ്യങ്ങളും ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നു. ചേട്ടൻ എന്നെ മുട്ടിയ 2 പറയാലോ അതൊക്കെ. സാഹചര്യം അനുകൂലമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദേഷ്യവും വാശിയും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പൊക്കെ വരും. ആരോടും ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ രാവിലെ ആരംഭിച്ചത്. ഇന്ന് എത്ര പേരോട് ദേഷ്യപ്പെട്ടു, എത്ര പേരെ കുറിച്ച് മോശമായി ചിന്തിച്ചു, എത്ര കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം വോട്ടിന് നിങ്ങളെല്ലാം പോയി വോട്ട് ചെയ്തിട്ടുണ്ടാവും.
വോട്ടിന് പോയപ്പോൾ എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ആ ക്യൂവിൽ നിന്നപ്പോൾ എന്തൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെ, വോട്ടിന് ഞാൻ നിന്നപ്പോൾ ലൈൻ വളരെ സ്ലോയിലാ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്താ ഇത്, ആ ആത്തിരിക്കുന്നത് ഞാൻ ഇച്ചിരി സ്പീഡിൽ വിളിച്ചു വിടത്തില്ല. ഒരാളും പേര് വിളിച്ച് അകത്ത് ചെന്ന് അയാളെ വോട്ടിട്ട് പുറത്തിറങ്ങി വന്ന് ഈ അടുത്തയാളെ വിളിക്കുന്നത്. ധാരാളം ചോദ്യങ്ങളിലൂടെ കടന്നുപോയി, ധാരാളം ചിന്തകളിലൂടെ കടന്നുപോയി. ഈ പാവാവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ട്. സാഹചര്യം അനുകൂലമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്തു. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ലിയോ സഹോദരനുമായി പോകുമ്പോൾ ലിയോ പറഞ്ഞു, ഒരുത്തൻ വെള്ളം അടിച്ച് വഴി കിടക്കുക. അവൻ പറഞ്ഞു, കണ്ടില്ലേ, വെള്ളം അടിച്ചൊരു ബോധമില്ലാതെ ഇവനൊക്കെ കിടക്കുന്നു, ഇവനൊക്കെ എന്നാ ചെയ്യണ്ടേ? അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, അവന്റെ അതേ സാഹചര്യത്തിലും അതേ ചുറ്റുപാടിലുമാണ് ഞാനും നീയും ഒക്കെ ജനിച്ചതെങ്കിൽ അവനേക്കാൾ മോശമായി ഒരുപക്ഷെ പ്രവർത്തിച്ചേനെ. ദൈവാനുഗ്രഹത്താൽ നമ്മൾ നല്ല ഇടങ്ങളിൽ ജീവിക്കാൻ, നല്ല സ്ഥലങ്ങളിൽ, നല്ല കുടുംബങ്ങളിൽ, നല്ലവരോടൊപ്പം ജീവിക്കാൻ ഇടയായതുകൊണ്ട് മോശമായ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ നുണയിലല്ലെന്നോ, നമ്മൾ വ്യഭിചാരം ചെയ്യുന്നില്ലെന്നോ, കൊലപാതകിയല്ലെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രധാനമായും നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയായിരിക്കുന്നത്, അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? ഞാൻ നുണ പറഞ്ഞു, അതുകൊണ്ടാണോ ഞാൻ നുണയനായത്? ഞാൻ എന്ന് പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യക്കാരനായി മാറിയത്? ഞാൻ വ്യഭിചാരം ചെയ്തു, അതുകൊണ്ടാണോ ഞാൻ വ്യഭിചാരിയായി മാറിയത്? ഞാൻ കൊലപാതകം ചെയ്തു, അതുകൊണ്ടാണ് കൊലപാതകയായി മാറിയത്? ഞാൻ അനുസരണക്കേട് കാണിച്ചു, എന്റെ മാതാപിതാക്കൾ പറഞ്ഞ, ജീവിത പങ്കാളി പറഞ്ഞ അനുസരിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അനുസരണ ഇല്ലാത്തവനായി മാറിയത്? അതോ ഞാൻ പാപി ആയതുകൊണ്ടാണോ ഞാൻ പാപം ചെയ്യുന്നത്? ജന്മനാലെ ഞാൻ അനുസരണ ഇല്ലാത്തവനാണ്. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ അനുസരണക്കേട് കാണിച്ചു. ജന്മനാലെ ഞാൻ നുണയനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നുണയനാണ്. വളർന്ന സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ നുണ പറഞ്ഞു. ഞാൻ ജന്മനാലെ മോശമായി ചിന്തിക്കുന്ന, വിചാരിക്കുന്ന, ഏറ്റവും ലേച്ഛകരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, പ്രവർത്തിച്ചു. ഇതിലേതാണ്? ഒരു മാവ് മാവായിരിക്കുന്നത് മാങ്ങ കായ്ക്കുന്നത് കൊണ്ടാണോ? തെങ്ങ് തേങ്ങായിരിക്കുന്നത് തേങ്ങ കായ്ക്കുന്നത് കൊണ്ടാണോ? പ്ലാവ് പ്ലാവായിരിക്കുന്നത് ചക്ക കായ്ക്കുന്നത് കൊണ്ടാണോ? അല്ല. ചക്ക കായ്ക്കാത്ത പ്ലാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? മാങ്ങ കായ്ക്കാത്ത മാവിനെ നമുക്കറിയാം. തേങ്ങ കായ്ക്കാത്ത തെങ്ങും അറിയാം. തെങ്ങായതുകൊണ്ട് കായ്ച്ചാലും ഇല്ലെങ്കിലും അത് തെങ്ങാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപരമായി ഞാനും നിങ്ങളും എല്ലാം പാവാവസ്ഥയിലാണ്. സാഹചര്യം അനുകൂലമാകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ അനുകൂലമാകുമ്പോൾ, ഒരു മഴ പെയ്യുമ്പോൾ പുല്ല് മുളയ്ക്കാത്തിടത്ത് പോലും പുല്ലും മുളച്ചു വളരുന്നത് സാഹചര്യം അനുകൂലമായി മണ്ണ് നനഞ്ഞ് ആ വിത്തിന് വേണ്ട സാഹചര്യം അനുകൂലമായപ്പോൾ അത് മുളച്ചു വളർന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ തെറ്റുകളും ചെയ്യാനുള്ള സാധ്യത നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ പാപാവസ്ഥ. അതുകൊണ്ടാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 59:2, എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചത്. അവിടുന്ന് കേൾക്കാതിരിക്കത്തക്ക വിധം നിങ്ങളുടെ പാപങ്ങൾ തിരുമുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു. ഈ പാവാവസ്ഥ കാരണം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ, അവിടുത്തെ സ്വരം കേൾക്കാൻ, അവിടുത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 7:14-15 നമ്മൾ വായിച്ചു കടന്നു പോകുന്നു. ഞാൻ പാപത്തിന് കീഴിൽ വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല പ്രവർത്തിക്കുന്നത്, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒക്കെ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ വിൽക്കപ്പെട്ട ജഡീക മനുഷ്യനാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്ക് പറയാം, ഞാനും ജഡികനായ മനുഷ്യനാണ്, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡിക മനുഷ്യനാണ്. എൻ്റെ ഉള്ളിലും ഈ വലിയ പാപത്തിന്റെ വാസനയുണ്ട്. ഈ ഒരാഴ്ച കാലഘട്ടം ഈ പാപത്തിന്റെ വലിയ അടിമത്തം കണ്ടെത്തുന്നതിന്, മനസ്സിലാക്കുന്നതിന്, എന്നെ തോൽപ്പിക്കുന്നത്, എന്നെ പരാജയപ്പെടുത്തുന്നത്, എന്നെ തകർക്കുന്ന പാപത്തിന്റെ ഈ പാവാവസ്ഥകളെ കണ്ടെത്തി മനസ്സിലാക്കുന്നതിന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.